സക്സസ് ക്യാപ്സ്യൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെ സ്ട്രക്ചർ ചെയ്യുക, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ധാരാളം കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്: ശൈശവം, യൗവനം, വാർദ്ധക്യം തുടങ്ങി 3 ഘട്ടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ സുഗമമാകുന്നു, അർത്ഥവത്താകുന്നു. 0 to 12 years, 12 വയസ്സ് വരെയുള്ള കാലഘട്ടം ടോട്ടലി ഡിപ്പെൻഡന്റ് സ്റ്റേജ് ആണത്. മറ്റുള്ളവരെ ആശ്രയിച്ച്, പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഘട്ടമാണത്. ആരുടെ സ്വാധീനങ്ങളാണ് കൂടുതലും? വീട്ടിലാണെങ്കിൽ അച്ഛനമ്മമാരുടെ സ്വാധീനങ്ങൾ, സൊസൈറ്റി, അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്നത്. അത് കഴിഞ്ഞ് 13 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം കുറെ കൂടെ റെസ്പോൺസിബിൾ ആകുന്നു. അതായത് പഠനം, എന്ത് കോഴ്സ് പഠിക്കണം, എങ്ങനെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഫലപ്രദമായി മുന്നോട്ട് പോകാം, എനിക്കൊരു ജോലി നേടണം തുടങ്ങിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു 13-ാമത്തെ വയസ്സ് തൊട്ട് ഒരു 14-15 വയസ്സുള്ള ആ ഒരു സമയത്ത് അത്തരം കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 24-25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു ജോലിയിൽ എത്തിച്ചേരുന്നു. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പഠിക്കുന്ന കോഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാം. എന്നിരുന്നാലും ശരി, ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25 വയസ്സാകുമ്പോഴേക്കും ഒരു ജോലിയിൽ എത്തിച്ചേരുന്നു. ഡിപ്പെൻഡന്റ് സ്റ്റേജിൽ നിന്നും ഇൻഡിപെൻഡന്റ് സ്റ്റേജിലേക്കുള്ള ഷിഫ്റ്റ്. അടുത്തത് 3-ാമത്തെ ഘട്ടമാണ്. 26 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പൊ അത് കുറെ കൂടെ റെസ്പോൺസിബിൾ ആണ്. അതായത് ഒരു ജീവിതം, കുടുംബജീവിതം, വിവാഹം, അതുപോലെ തന്നെ ഈ ജോലിയിൽ തന്നെ ഉയർച്ച, കരിയർ ഗ്രോത്ത്, ഫാമിലി ലൈഫ്, ഇതെല്ലാം കൂടെ കുറെ കൂടി ആഴത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് 26 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള സമയം. ഒരുപാട് ജീവിതാനുഭവങ്ങളും ഒക്കെ ചേർന്ന ഒരു സമയമാണ്. പിന്നെ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സമയമാണ് ഈ ഘട്ടം. അത് കഴിഞ്ഞ് 40 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള സമയം. 40 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ ലൈഫിൽ കുറെ കൂടെ എക്സ്പീരിയൻസ് ആയി, ജീവിതാനുഭവങ്ങളും മറ്റും ഒക്കെ ധാരാളം നമുക്ക് ലഭിച്ചു. അതിനനുസരിച്ച് ജീവിതം എങ്ങനെ പാകപ്പെടുത്താം, ഒരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് കുറച്ച് ഒരു ഏർലി റിട്ടയർമെന്റ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാം. ഞാൻ പല ആംഗിളിൽ നിന്നാണ് പറയുന്നത്. ഒരു ജീവിതത്തിൽ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഈ 40 തൊട്ട് 60 വയസ്സ് വരെയുള്ള സമയം. 60 and above എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിട്ടയർഡ് ലൈഫ് ആയിരിക്കണം. അപ്പൊ ശരിക്കും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ റിട്ടയർഡ് ലൈഫ് മനോഹരമാക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ നാം പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ റിട്ടയർഡ് ലൈഫിൽ ഈ 60 വയസ്സിന് മുകളിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ജീവിതാനുഭവങ്ങളും ഒരുപാട് ജീവിതത്തെ കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടാവുന്നു. അത് വരും തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാനും അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ 60 and above. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടങ്ങളെ കുറിച്ച് നാം പ്ലാൻ ചെയ്യണം. ഇത് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കും. ഓരോ ഘട്ടങ്ങളിലും നാം എങ്ങനെയായിരിക്കണം, ആരൊക്കെയായിരിക്കും നമ്മെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക, അതായത് റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ സുഗമമാവും. ഒരുപാട് സ്ട്രെസ് മാനേജ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. സ്ട്രെസ് മാനേജ് ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചോളും. ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എത്രയും നേരത്തെ ഇത് പ്ലാൻ ചെയ്യാൻ കഴിയുന്നോ അത്രയും നല്ലതാണ്. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഞാൻ നടത്തുന്നുണ്ട്. അതിന്റെ പേര് വിന്നിംഗ് മൈൻഡ് സെറ്റ് ബ്ലൂ പ്രിന്റ് എന്നുള്ളതാണ്. ഇത് പലർക്കും, ഇത് സമസ്ത മേഖലയിലുള്ളവർക്കും ഇത് വളരെ ഫലപ്രദമാണ്. ബിസിനസ്സുകാരായിക്കോട്ടെ, അവർക്ക് ഈ ഘട്ടങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഒരു ബിസിനസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവര് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എംപ്ലോയീസിന്റെ ഗോളും ഈ ബിസിനസിന്റെ ഗോളും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആ യൂണിറ്റിന് വളരെ മനോഹരമായ രീതിയിലും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലും മുന്നേറാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇന്ന് പലപ്പോഴും പറ്റുന്നത് പണമുണ്ട്, പക്ഷെ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അതുമൂലമുള്ള പല ട്രാപ്പുകളിലും പല വർക്കിംഗ് പ്രൊഫഷണൽസും ചെന്ന് പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും ഈ വർക്ക്ഷോപ്പിൽ ഞാൻ
വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഈ ടീം ലീഡേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മാനേജേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഈ വർക്ക്ഷോപ്പ് വളരെ ഫലപ്രദമാണ്. കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഡിഗ്രിക്കൊക്കെ ചേർന്നു ഒരു ഫസ്റ്റ് ഇയർ, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ പല സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അവരുടെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർക്കും ഈ ഓരോ ഘട്ടവും എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ കൂടുതൽ ഫലപ്രദമായി മുന്നേറാം എന്നുള്ളത് ഈ വർക്ക്ഷോപ്പിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തന്നെ നമുക്ക് ഇത് എത്രയും നേരത്തെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നു അത്രയും ഫലവത്താണ്. ഈ വർക്ക്ഷോപ്പ് പ്രധാനമായിട്ടും 3 പാർട്ടാണ് ഈ വർക്ക്ഷോപ്പിലുള്ളത്. ഒന്നാമത്തെ പാർട്ട് നമ്മളെ അറിയുക എന്നുള്ളതാണ്, സെൽഫ് ഡിസ്കവറി. ആ സെൽഫ് ഡിസ്കവറി ആഴത്തിൽ നമ്മളുടെ ചില ക്വസ്റ്റ്യനർ, ചോദ്യാവലികളുടെ സഹായത്തോടു കൂടി നമ്മെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ആണ്. സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യാം, സൈക്കോളജി ഓഫ് മണി. പണവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായെങ്കിൽ മാത്രമേ പണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഒരു പണവുമായിട്ടൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പാർട്ട്. അതും ഈ പേഴ്സണാലിറ്റി ടൈപ്പും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ പേഴ്സണാലിറ്റി, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓർ മണി മാനേജ്മെന്റ് അലൈൻ വിത്ത് യുവർ പേഴ്സണാലിറ്റി ടൈപ്പ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പിന് അനുയോജ്യമായ സ്ട്രാറ്റജികളാണ് അവിടെ നാം ചർച്ച ചെയ്യുന്നത്. മൂന്നാമത് ക്രിയേറ്റിംഗ് എ ബ്ലൂ പ്രിന്റ് ഫോർ സക്സസ്. ഇപ്പോൾ നാം ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ബ്ലൂ പ്രിന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഈസ് എ കസ്റ്റമൈസ്ഡ് ബ്ലൂ പ്രിന്റ് ആണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ ബ്ലൂ പ്രിന്റ് ആണ് തയ്യാറാക്കുന്നത്, പേഴ്സണലൈസ്ഡ് ബ്ലൂ പ്രിന്റ്. കാരണം ഞാൻ ഫേസ് ചെയ്യുന്ന ചലഞ്ച് അല്ല വേറൊരാൾ ഫേസ് ചെയ്യുന്നത്, എന്റെ പേഴ്സണാലിറ്റി ടൈപ്പ് അല്ല വേറൊരാളുടെ. അപ്പോൾ ആ വ്യക്തിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ആ ബ്ലൂ പ്രിന്റ് ഫോളോ ചെയ്യുന്നതിലൂടെ ജീവിതം കൂടുതൽ അർത്ഥവത്താവുന്നു, കൂടുതൽ സുഗമമാകുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.